അതെ, ഇതെന്താ എന്നെ പഠിപ്പിക്കാത്തെ? ഇതിപ്പോ എന്തിനാ പഠിപ്പിക്കുന്നത്? അങ്ങ് ചെയ്താ പോരെ. എന്നാ ഞാനും ചെയ്യട്ടെ. അപ്പൊ ചെയ്തോ. അധികം ആവേശമൊന്നും കാണിക്കരുത്, കൈക്കോട്ടാണ്. എടോ, താൻ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കോ? ഞാൻ കവിയുടെ ഭാര്യയല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ, ഞാനേ തന്നെ പ്രധാന ജോലിക്കാരിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. നാളെ മുതൽ എന്റെ ഒപ്പം കൂടിക്കോ, കൂലിയും തരാം. കൂലിയോ? പിന്നല്ലാതെ. പാടത്ത് പണിയെടുക്കുന്ന എല്ലാവർക്കും ആ കൂലി കയ്യിൽ മാറ്റിവെക്കും. എനിക്ക് കൂലിയൊന്നും വേണ്ട. എടോ, ഇത് അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചെയ്യുന്ന കൃഷിപ്പണിയില് നമ്മൾ ചെയ്യുന്ന പണിക്ക് കൃത്യമായ കണക്ക് വേണം. അങ്ങനെ കണക്കുണ്ടാവുമ്പോഴേ അതിന്റെ വരുമാനം കണക്ക് കൂട്ടുമ്പോ കൃത്യമായിട്ടുള്ള കണക്ക് വരും. അല്ലാതെ 365 ദിവസം പണിയെടുത്തോണ്ടിരിക്കുക, അവസാനം കണക്ക് വരുമ്പോ നമ്മുടെ കയ്യിൽ ഒരു 10,000 3,000 ബാക്കി വരുന്നത് കണക്കൊന്നും ശരിയാവില്ല. തന്റെ കയ്യില് താൻ മാറ്റിവെക്കുന്ന പണം നമ്മുടെ കുടുംബ ചെലവിന് ഉപയോഗിക്കാം. പക്ഷേ അതിന് കണക്ക് വേണമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതെ, ഇങ്ങനെയൊക്കെ കുഴിക്കുമ്പോഴേ ചിലയിടത്തുനിന്ന് നിധിയൊക്കെ കിട്ടാറില്ലേ? ഓ, അതൊക്കെ പ്രതീക്ഷിച്ചിറങ്ങിയതാണല്ലേ. ഇവിടുന്ന് ഒരു നിധിയും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ ചോദിച്ചാലൊരു കാര്യമുണ്ട്. പാടത്ത് കൊത്തിക്കളിച്ചാലേ നിധി കിട്ടുമോന്ന് ചോദിച്ചാ കിട്ടും. പക്ഷേ അത് കതിരായിട്ടും പൂവായിട്ടും കായായിട്ടുമാണെന്ന് മാത്രം. ഇങ്ങനെയാണ് കൊത്തേണ്ടത് കേട്ടോ. ഹരി, ആരൊക്കെ വരുന്നു?